കേരളത്തിൽ 10 വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF അധികാരത്തിലേറുന്ന സാഹചര്യത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി AICC നിരീക്ഷകരെ നിയോഗിച്ചു. കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ, AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് എന്നിവരെയാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ നിരീക്ഷകരായി നിയമിച്ചിരിക്കുന്നത്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അഭിപ്രായം തേടിയ ശേഷം കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കാനാണ് പാർട്ടിയുടെ നീക്കം. നിയമസഭാ കക്ഷി യോഗം നിശ്ചയിക്കുന്ന പ്രകാരം അജയ് മാക്കനും മുകുൾ വാസ്നിക്കും കേരളത്തിലേക്ക് തിരിക്കും. MLA-മാരിൽ നിന്ന് വ്യക്തിഗതമായി അഭിപ്രായങ്ങൾ ശേഖരിച്ച ശേഷം ഇവർ ഹൈക്കമാൻഡിന് ആ റിപ്പോർട്ട് നൽകും. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അഭിപ്രായം തേടുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യമെങ്കിലും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിന്റേത് ആയിരിക്കും. അതേസമയം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ചർച്ചകൾ സജീവമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാന നേതാക്കളിൽ ഒരാൾ. ഇദ്ദേഹത്തിന് പുറമെ നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരും ആ പട്ടികയിലുണ്ട്. സംസ്ഥാനത്ത് UDF ഉജ്ജ്വല വിജയം നേടിയതിന് തൊട്ടു പിന്നാലെ KC വേണുഗോപാൽ ഡൽഹിയിലെത്തി മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിമാനത്താവളത്തിൽ വെച്ച് വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ അദ്ദേഹം ഡൽഹിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. 140 അംഗ നിയമസഭയിൽ 102 സീറ്റുകൾ നേടിയാണ് UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയത്. അതിൽ കോൺഗ്രസ് മാത്രം 63 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. ഇതോടെ കഴിഞ്ഞ 2 തവണയായി കേരളം ഭരിച്ചിരുന്ന ഇടതുമുന്നണി സർക്കാരിനെ അധികാരം ഒഴിയേണ്ടി വന്നു. നിരീക്ഷകരുടെ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഇന്നോ നാളെയോ നിയമസഭാ കക്ഷി യോഗം വിളിക്കാനാണ് സാധ്യത. ഉടനെ എത്തുന്ന ഹൈക്കമാൻഡ് നിരീക്ഷകർ MLA-മാരുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തും. പരസ്യമായ നീക്കങ്ങൾ ഇല്ലെങ്കിലും VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരെ കേന്ദ്രീകരിച്ച് അവർക്കൊപ്പമുള്ളവരുടെ അണിയറ നീക്കങ്ങൾ ഇപ്പോഴും സജീവമാണ്. ആരൊക്കെ ഉണ്ടായാലും UDF-ലും പൊതുസമൂഹത്തിലും സതീശനുള്ള സ്വീകാര്യത തള്ളിക്കളയാൻ ഹൈക്കമാൻഡിന് കഴിയില്ല എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ വാദം. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിച്ച സതീശന് സ്വാഭാവികമായി വന്നു ചേരേണ്ടതാണ് മുഖ്യമന്ത്രി പദമെന്നും അവർ പറയുന്നു. സതീശൻ ആവർത്തിച്ച് പറഞ്ഞ 100-ലധികം സീറ്റിലേക്ക് UDF എത്തിയത് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കുള്ള അംഗീകാരമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും സതീശനോട് താല്പര്യം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ 3 പേരിൽ സീനിയറായ രമേശ് ചെന്നിത്തലയ്ക്കാണ് ആദ്യ പരിഗണന നൽകേണ്ടതെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വാദിക്കുന്നു. MLA-മാരുടെ പിന്തുണ പ്രധാന ഘടകമല്ലേ എന്ന ചോദ്യത്തിന് 2021 അത് ഘടകമായില്ല എന്നാണ് ചാനൽ അഭിമുഖത്തിൽ ചെന്നിത്തലയുടെ മറുപടി. 2011 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെ നിർദ്ദേശിച്ചത് താനാണെന്ന് ഓർമ്മിപ്പിച്ചും സീനിയോറിറ്റിക്കുള്ള പ്രാധാന്യം ഊന്നിപ്പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. NSS-ഉം പിന്തുണക്കുന്നത് ചെന്നിത്തലയാണ്. സീനിയോറിറ്റിക്ക് പ്രാധാന്യം നൽകണമെന്നാണ് NSS പറയുന്നത്. എന്നാൽ MLA-മാരിൽ ഭൂരിപക്ഷവും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ കണക്കുകൂട്ടും. ഇപ്പോൾ തന്നെ 45 MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് പറയുന്നത്. കുഞ്ഞുഞ്ഞിന് ശേഷം KS എന്ന വാചകത്തോടെ ഉമ്മൻചാണ്ടിയുടെയും വേണുഗോപാലിന്റെയും ചിത്രമുള്ള ബോർഡുകൾ ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ KPCC ആസ്ഥാനത്തിനടുത്തും തിരുവനന്തപുരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ലേ എന്ന ചോദ്യത്തിന് മുൻപ് AK ആന്റണി അങ്ങനെയല്ലേ വന്നത് എന്നും ഇവർ ഒരു മറുചോദ്യം ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരെന്നതിൽ സോണിയാഗാന്ധിയുടെ നിർണായക ഇടപെടൽ ഉണ്ടാകുമെന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ പറയുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിൽ പ്രധാന ചുമതലയുള്ള KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കണോ എന്നതിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടും നിർണായകമാകും. ജനങ്ങളെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ആശയക്കുഴപ്പം പാർട്ടിയിൽ പാടില്ല എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്.